ഇന്നിവിടെ നടക്കാൻ പോകുന്നത് രാജകുമാരിയുടെ രാജകീയ മംഗല്യം. ട്രിവാൻഡ്രത്തുനിന്ന് എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിരുന്നു. എല്ലാരും അവർക്ക് വേദിയിലേക്ക് വരാനുള്ള വഴിയൊന്നും ഒരുക്കി കൊടുക്കാം. എല്ലാരും ഒന്ന് കോർഡിനേറ്റ് ചെയ്യാം. രണ്ടുപേരെ നമുക്ക് വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിനു ശേഷം സംസാരിക്കാവുന്നതാണ്. ദയവായിട്ട് വഴി ഒരുക്കി കൊടുക്കാനാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാം ബിഗ് ബോസ് നമ്മളെല്ലാവരും ഒരേ ഫ്രെയിമിൽ കാണാനായിട്ട് ഇത്രയധികം നേരമായിട്ട് നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രംകാരൻ പോത്തൻകോടുകാർ എല്ലാവരും കാണാനായിട്ട് ആഗ്രഹിച്ച നമ്മളെല്ലാവരും ഒരുപാടധികം സ്നേഹിക്കുന്ന അനുമോള് മനീഷയാണ് താൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ദയവായിട്ട് ഒന്ന് ബാക്ക് സൈഡിലേക്ക് നിൽക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. പ്ലീസ് റിക്വസ്റ്റ് ആയിട്ട് കണക്കാക്കുക. നമുക്ക് വേദിയിലേക്ക് ചടങ്ങുകളുണ്ട്, ഒരുപാട് പേര് സംസാരിക്കാനായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവരോട് ചോദിക്കാനുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനായിട്ട് നമ്മൾ ഇവിടെ ഒരു രാജകീയ റോഡ് സൈഡിൽ നിൽക്കുന്നവരെല്ലാം അകത്തോട്ട് കയറി നിൽക്കേണ്ടതാണ്. റോഡ് ബ്ലോക്ക് ആക്കരുത്. ഓക്കെ, രാജകീയ മാംഗല്യം വെഡിങ് ഫെസ്റ്റിന്റെ ഇനാഗുറേഷൻ സെറമണിയിൽ സ്വാഗതം അറിയിക്കാനായിട്ട് ഏറ്റവും സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ രാജകുമാരി ഡയറക്ടർ സുഹേബ് സാറിനെ ഇൻവൈറ്റ് ചെയ്യാൻ പ്ലീസ്. ആൻഡ് ഓവർ ടു ഏറ്റവും പ്രിയങ്കരനായ നിങ്ങൾ സമാധാനപരമായ ഷൂട്ടിങ്ങിലേക്ക് കടക്കാവൂ. ഇതൊരു പ്രൈവറ്റ് ഫംഗ്ഷൻ ആണ്. ഞങ്ങളുടെ ബിസിനസിന്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ട ബിഗ് ബോസ് താരം ശ്രീ അനുമോളെയും റണ്ണപ്പായ ശ്രീ അനീഷിനെയും ഞങ്ങൾ ഈ പോത്തങ്കോട് കൊണ്ടുവന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാനും സംസാരിക്കാനും തന്നെയാണ്. അതൊരു ഡിസ്റ്റർബൻസ് ആവാതിരിക്കാൻ വേണ്ടി എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാനുള്ള അവസരങ്ങളൊക്കെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ നടക്കാൻ പോകുന്നത് രാജകുമാരിയുടെ രാജകീയ മംഗല്യം എന്ന ഒരു ക്യാമ്പയിനാണ്. എല്ലാവർക്കും നമസ്കാരം. ഇത്രയധികം ആളുകളെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ആക്ച്വലി ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ഫംഗ്ഷന് വരാൻ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം, രാജകുമാരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയില് എവിടെ സഞ്ചരിക്കുകയാണെങ്കിലും ചില ബ്രാൻഡുകൾ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ബ്രാൻഡുകൾ ഉണ്ടായിരിക്കും. അത്തരത്തില് രാജകുമാരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് നെയിം കേട്ടപ്പോ തന്നെ ഞാൻ ഈ പ്രോഗ്രാം ഏറ്റെടുക്കുകയായിരുന്നു. അത്രമാത്രം വിശ്വാസ്യതയുള്ള ഒരു ബ്രാൻഡാണ് രാജകുമാരി. എന്നെ വിളിച്ച നാദിർഷാക്കേക്കും പിന്നെ ഇവിടെ ഡയറക്ടേഴ്സ്, ചെയർമാൻ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇവിടെ നിൽക്കുന്നു. ഞാൻ പേരെടുത്ത് ഓരോരുത്തരുടെയും പറയുന്നില്ല. അങ്ങനെ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സമയം വൈകും, അതുകൊണ്ടാണ്. അപ്പൊ ഫസ്റ്റ് കാരണം എന്ന് പറയുന്നത് രാജകുമാരി എന്ന ബ്രാൻഡ് നെയിമാണ്. സെക്കൻഡ് കാരണം എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തുനിന്ന് എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിരുന്നു. പലപ്പോഴും ഞാൻ ബിഗ് ബോസിന് ഇറങ്ങിക്കഴിഞ്ഞ് സോഷ്യൽ മീഡിയയിലൂടെയും എന്നെ നേരിട്ട് വിളിച്ചിട്ടൊക്കെ ആളുകൾ ഇങ്ങനെ ട്രിവാൻഡ്രത്തിന്റെ ഇന്ന ഭാഗത്തു നിന്നാണ്, വിഴിഞ്ഞത്തു നിന്നാണ്, ട്രിവാൻഡ്രം സിറ്റിന്നാണ്, പിന്നെ കന്യാകുമാരി ജില്ലയുടെ അടുത്താണ്, അങ്ങനെ തിരുവനന്തപുരത്ത് മൊത്തത്തില് ഒരുപാട് സ്ഥലത്ത് നിന്ന് നിരവധിയായിട്ടുള്ള കോളുകളും അതുപോലെ തന്നെ ഫ്ലക്സ്, ഹോർഡിങ്സ് ഒക്കെ എനിക്ക് അയച്ചു തരാറുണ്ടായിരുന്നു. എന്നാണ് ഇനി ട്രിവാൻഡ്രത്തേക്ക് വരിക എന്നുള്ള ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, ട്രിവാൻഡ്രത്തേക്ക് വരാമെന്ന് കരുതി. അങ്ങനെ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, രാജകുമാരി എന്ന് പറയുന്ന ഒരു ബ്രാൻഡും, സെക്കൻഡ്, ട്രിവാൻഡ്രംകാരുടെ ഒരു സ്നേഹവും. അപ്പോ
എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ നന്ദി പറയാണ്. നിങ്ങൾ എന്നെ കാണാൻ വന്നത് എന്നെ മാത്രല്ല അനുവിനെയും. അനു ട്രിവാൻഡ്രംകാരിയാണ്, ഇവിടെ കാലങ്ങളായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. ഇപ്പൊ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു ഒരുപാട് തവണ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊരു തൃശ്ശൂർക്കാരനാണ്, എങ്കിലും നിങ്ങൾ 2 കൈയും നീട്ടി എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷമാണ്. പിന്നെ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും തലസ്ഥാനമാണ്. തലസ്ഥാനത്തേക്ക് വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ഒരു തരത്തിലുള്ള സന്തോഷമാണ്. സോ ഇനി ഈ സ്ഥാപനം രാജകുമാരി എന്ന് പറയുന്ന സ്ഥാപനം ഉയരങ്ങളിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകാനും അതുപോലെ തന്നെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോൾ സ്ഥാനമുണ്ട് എങ്കിലും കൂടുതൽ സ്ഥാനവുമായിട്ട് മുന്നേറാനും സാധിക്കട്ടെ. ഞാൻ ഈ ബ്രാൻഡിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളും ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. ഞാൻ ആരെ വിളിക്കുന്ന അറിയില്ല. വരും സാർ, ഒരു 2 വാക്ക്. എനിക്ക് തോന്നുന്നു ഇവരങ്ങനെ അത്ര പരസ്യമായിട്ടല്ല ചാരിറ്റി പ്രവർത്തനങ്ങളൊന്നും വരും. അപ്പൊ എനിക്ക് അത് കേട്ടപ്പോ ഒരുപാട് സന്തോഷമായി. കാരണം ഒരു ബിസിനസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഒരു വശത്ത്, അതിന്റെ കൂടെ ചാരിറ്റിയും കൂടെ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം. അപ്പോ ഞാൻ എന്തൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എന്നൊന്ന് പറയുമോ? പ്രിയപ്പെട്ട അനീഷേ, ഞങ്ങൾ ബിസിനസ് ചെയ്ത് ബിസിനസിന്റെ ഒരു ലാഭം മാറ്റിവെച്ച് ഞങ്ങൾക്ക് സൗജന്യ ഡയാലിസിസ് 5 കോടി രൂപ മുടക്കി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന്റെ അടുത്ത് പള്ളിക്കൽ പാരിപ്പള്ളി റോഡിൽ 5 കോടി രൂപ മുടക്കി ഞങ്ങളൊരു ഡയാലിസിസ് സെന്റർ 20 പേർക്ക് ഡയാലിസിസ് സൗജന്യമായി ചെയ്യാവും. പിന്നെ ഞങ്ങൾ കോവിഡ് കാലത്ത് 95 ദിവസവും ജനങ്ങൾക്ക് സേവനം ചെയ്ത പ്രവർത്തകരാണ്. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ആംബുലൻസ് എത്ര ഉണ്ടെങ്കിലും എപ്പോഴും വിളിച്ചാൽ കിട്ടുന്ന നിലയിൽ ഒരു ആംബുലൻസ് വേണം. അങ്ങനെ കഴക്കൂട്ടം മുതൽ കൊട്ടിയം വരെ സൗജന്യമായി ഓടാൻ 108 പോലെ രാജകുമാരിയുടെ സേവനം വെളിപ്പുറത്തുണ്ടാവാൻ വേണ്ടി ഒരു സൗജന്യ ആംബുലൻസ് ഉണ്ട്. അങ്ങനെ നിരവധി പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് തീർച്ചയായും ജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിന് ഒരു കൈയൊപ്പ് ചാർത്താൻ വേണ്ടി കൂടിയാണ് രാജകുമാരിക്ക് ഒരു കവർ സ്റ്റോറി അല്ലെങ്കിൽ കവർ പേജ് മുതലാളി ഇല്ല. രാജകുമാരി ഒരു ജനകീയ പ്രസ്ഥാനമാണ്. ഇതാണ് രാജകുമാരിയെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ നിങ്ങൾ ചോദിച്ചതിനുള്ള വ്യക്തി. അപ്പൊ ഒരുപാട് സന്തോഷം. ഒരു നിറഞ്ഞ കൈയടി പ്ലീസ്. ഇത്രയും എന്താ പറയാ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനെ നമ്മൾ അംഗീകരിക്കണം. അപ്പോ ഒരിക്കൽ കൂടി പറയാണ്, ഇവിടെ അനു നിൽക്കുന്നു, അതുപോലെ സർജുക്ക, ഉമ്മ, പിന്നെ ഹാഷ്മി, പിന്നെ ഇവിടെ ഡയറക്ടേഴ്സ്, അങ്ങനെ ഒരുപാട് ആളുകൾ നിൽക്കുന്നു. എല്ലാവരോടും ഒരിക്കൽ കൂടെ നിറഞ്ഞ സന്തോഷത്തോടെ കൂപ്പുകൈകളോടെ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് അനീഷ് ചേട്ടാ. ഒരുപാട് സന്തോഷം. എത്രയും സിമ്പിൾ ആയിട്ടാണല്ലോ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. ഒത്തിരി സന്തോഷം അറിയിക്കുകയാണ്. ആൻഡ് ആസ് എ ടോക്കൺ ഓഫ് ലവ് ഒരു സ്നേഹോപഹാരം അദ്ദേഹത്തിന് നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡയറക്ടർ അഡ്വക്കേറ്റ് നിസാം സാറിനെ ഇൻവൈറ്റ് ചെയ്യുകയാണ്. നമ്മുടെ രാജകുമാരിയുടെ ഒരു സ്നേഹ സമ്മാനം നൽകാനായിട്ട് ഫ്രണ്ടിലേക്ക് കടന്നു വന്ന് അത് ഏറ്റുവാങ്ങിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്നു. നല്ലൊരു കൈഡി നമുക്ക് ഈ ഒരു മൊമെന്റിലും അദ്ദേഹത്തിന് നൽകാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. അത്രയും മനോഹരമായിട്ടുള്ള വാക്കുകൾക്കും എല്ലാ തിരകൾക്കിടയിൽ ഇന്ന് നമ്മുടെ രാജകുമാരിയുടെ രാജകീയ മംഗല്യത്തിന്റെ ഇനാഗുറേഷൻ സെറമണിക്ക് എത്തിച്ചേർന്നത് ഒരുപാട് സന്തോഷവും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇനി ഫോർ ഷുവർ